കേസ് ഈ ആപ്പ് അറിയായിരിക്കും നമ്മളെ ജോയ്സാക്ക്. യെസ്, നമ്മളത് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്തൊരു വീഡിയോ ഇട്ടതാണ്, കണ്ടിട്ടുണ്ടാവും. അപ്പം എന്താ പറയുക, നമ്മൾ ഇത് ഫോൺ ഇൻസ്റ്റാൾ ചെയ്യിപ്പോയി, കുഴപ്പമില്ല, ലോഗിൻ ചെയ്യാം കേസ്. അപ്പോൾ നമുക്ക് ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ GTA 5 ആണ്. ആക്ച്വലി ഇത് കേസ് നമ്മൾ എന്തായാലും ഫസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് കാണാം കേസ്. ലാഗ് ഓരടിക്കുന്നുണ്ട് കേസ്, അത്ര കേസ്. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, കിട്ടാം കേസ്. നമ്മൾ കളിക്കാവുന്ന GTA 4 ആണ്. മറ്റേ കളിക്കുമ്പോഴത്തിന് കേസ് സമയം എടുക്കും, അതാണ് പ്രശ്നം. അപ്പം ഞാൻ നെറ്റ്വർക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. നമ്മൾ സെലക്ടേഷൻ റീജിയനാണ്. നമ്മൾ GTA 4 ആണ് കേസ് കളിക്കാൻ പോണത്. യെസ്. അപ്പോൾ നമ്മൾ ഓക്കെ 4 ക്യൂ ആയി, നേരത്തെ 5 ഇരുന്നു. അപ്പോൾ കേസ് നമ്മൾ എന്താ പറയുക, കേസ് നമ്മൾ 3 ക്യൂ ആയിട്ടുണ്ട്. കേസ് അങ്ങനെ ഇത് സംഭവം ലാഗിങ് അടിക്കുന്നുണ്ട് കേസ്. അപ്പോൾ കേസ് ഒരു കാര്യം ചെയ്യാം. അങ്ങനെ കേസ് നമ്മൾ 2 ആയിട്ടുണ്ട്. നമ്മൾ ഗെയിം ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിരുന്നു. നമ്മൾ കളിക്കാൻ പോണത് ആരേതുമില്ല, നമ്മൾ GTA San Andreas ആണ്. കാരണം മറ്റ് കുറേ സമയം എടുക്കുന്നുണ്ട്. നമ്മൾ GTA San Andreas, വെറും San Andreas അല്ല, ഡെഫിനിറ്റീവ് എഡിഷൻ. യെസ്, നമ്മൾ ഡെഫിനിറ്റീവ് എഡിഷൻ GTA San Andreas ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ഗെയിം ഒന്ന് ലോഡാവട്ടെ യെസ്. ലോഡായിട്ട് കാണാം യെസ്. അങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട് യെസ്. നമ്മളെ ഗെയിമിൻ്റെ ക്ലിക്ക് ബട്ടൺ നമ്മൾ അടിച്ചിരുന്നു. ഇനി ഈ ഗെയിം ഇത് വെറുതെ പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്തായാലും നമുക്കൊന്ന് ഇതാക്കണം യെസ്. നമ്മൾ എന്താ പറയുക, സാധാരണ MS കൂടുമ്പോഴല്ലേ കേസ് നെറ്റ് കൂടാം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ പറയല്, ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. ഇതൊന്ന് ലോഡാവട്ടെ കേസ്. ലോഡായിട്ട് കാണാം കേസ്. എന്താ പറയല്, നമ്മൾ ഗെയിം സേവ് ആയിട്ട് നോക്കി. പക്ഷേ ഗെയിം സേവ് ചെയ്യാൻ നമ്മൾ സബ്സ്ക്രിപ്ഷൻ നോക്കണം. അപ്പോൾ കേസ് നമ്മൾ ഗെയിം വാങ്ങിച്ച് ലാഗ് അടിപ്പിക്കുന്നുണ്ട് കേസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നോക്കാം ഗൈസ്. അപ്പം എന്താ പറയുക, ഇത് ഒടുക്കത്തെ ലാഗാണല്ലോ ഗൈസ്, പിരാന്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേസ്. അപ്പം വരാൻ കേസ് അങ്ങനെ ഫൈനലി വന്ന്. അപ്പോൾ അവളെ ഡെഫിനിറ്റീവ് എഡിഷനാണ് കളിക്കാൻ പോകുന്നത്. ആക്ച്വലി അത്യാവശ്യം നല്ല സ്പീഡിൽ നെറ്റ്വർക്ക് ഉള്ളിടത്താണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് കളിക്കാം. ഇന്ത്യനെക്കാട്ടി സ്മൂത്തായിട്ട് നിങ്ങൾ കളിക്കുക. ഇതിന് വേണ്ടിയുള്ള മെയിൻ റിക്വയർമെൻറ്റ് പറയുമ്പോൾ നെറ്റ്വർക്ക് സ്പീഡാണ്. പിന്നെ വേറെ സ്പെക്ക് റിക്വയർമെൻറ്റ് 1 GB റാം അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടോ അറിയില്ല. പക്ഷേ നെറ്റ്വർക്കാണ് എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ കേസ് അടിപൊളി സാധനം കേസ്. എന്താ അപ്പം കേസ് നമ്മൾ ഓക്കെ, നമ്മളങ്ങനെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ കേസ് നമ്മൾ GTA San Andreas എന്ന് പറഞ്ഞതാണ് ഗെയിമാണ് ഗെയ്സ്. അപ്പം നമ്മൾ എന്താ പറയുക, ഈ ഗെയിമിലോട്ട് അങ്ങനെ കയറിയിട്ടുണ്ട് ഗെയ്സ്. യെസ്. അപ്പോൾ നമ്മൾ ഈ കട്ട് സീനൊക്കെ കണ്ട് സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഗെയ്സ് നമ്മൾ പല ഗെയിമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഓക്കെ. നമ്മളങ്ങനെ സൈക്കിളൊക്കെ നമ്മൾ ഞാൻ ഇന്നാൾ ഷോർട്ടിൻ്റെ ശേഷം GTA 5 കളിച്ച് 90 രീതിയിൽ ഞാൻ സൈക്കിൾ എടുക്കണ സ്വിച്ചൊക്കെ അറിയാം. ബട്ട് നമ്മളെ കാറിൻ്റെതാണ് ഈ RT അടിച്ചത്. RT അടിച്ചാൽ കാറിൻ്റെ ഇത് മുന്നിൽ LT അടിച്ചാൽ ബാക്ക് കാർ പോകും. അപ്പം അങ്ങനെ വെച്ചടിച്ചുമ്പോൾ കേസ് കിട്ടണ ഈ RB LB എന്താണെന്നും മനസ്സിലാവും കേസ്. ഏത് സ്വിച്ച് അക്കൗണ്ടാണ് കേസ് പോയാൽ ഇറങ്ങി പിന്നു. RS കേസ് എന്താ ഓക്കെ. X ബാക്ക് ഈ
നീ അടിച്ചിട്ടാണ് ഗൈസ് പോണത്, നോ ഐഡിയ ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും ഒന്ന് അടിപൊളിയായിട്ട് കളിക്കാം ഗൈസ്. നമുക്കൊരു കാർ അങ്ങ് എടുത്താലോ ഗൈസ്? കാർ എടുത്താലോ ഗൈസ്? നമുക്ക് ദോശ നേരത്തെ പോയ എടുത്തോണ്ട് നമുക്കിപ്പോൾ വേറെ കാറൊന്നും കാണില്ല ഗൈസ്. ഓ ഗൈസ് അതെങ്ങനെ ഗൈസ് കാർ? ഈ കാർ തന്നെ എടുക്കുക ഗൈസ്. ഇറങ്ങടാൻ കിട്ട്. ആഹാ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഇതിനോട് സ്മൂത്തിൽ കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം പിന്നെ ഫസ്റ്റത്തെ ഒരു ചെറിയൊരു ഇതുണ്ടാവും, എന്നാലും കുഴപ്പമില്ല കേസ്. അപ്പം എന്താ പറയുക, അടിപൊളിയാട്ടോ കേസ്. അവിടെയെങ്കിലൊക്കെയാണ് കൊണ്ടുപോയിടിപ്പിച്ച കേസ്. ഇതിലത്തെ വണ്ടി ഇടിച്ച് ചമ്മന്തിയാവും. പക്ഷെ ഇതിനും കാട്ടിയാണ് കേസ് ഭീമഞ്ചി. അതും നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റൂട്ടാ. പറ്റാൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ഭീമഞ്ചി കളിച്ചൊരു വീഡിയോർക്ക് വരാൻ പോയിട്ടുണ്ടാവും. കേസ് നമ്മൾ എന്തൊക്കെയോ ഇടിച്ച് കാട്ടി കൂട്ടി കേസ്. പക്ഷേ എനിക്ക് സാധാ സാൻ ആൻഡ്രിയാസിനേക്കാൾ ഇഷ്ടമായിട്ട് ഡെഫിനിറ്റീവ് ആണ്. കാരണം ആ ഒരു ഗ്രാഫിക്സ് കേസ് എനിക്ക് ഡെഫിനിറ്റീവ് എഡീഷനാണ് ഇഷ്ടമായിട്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ട്? നോർമൽ സാൻ ആൻഡ്രിയാസ് ആണോ അത് ഈ ഡെഫിനിറ്റീവ് എഡീഷനാണ് ഇഷ്ടമായിട്ട്? നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ കേസ് നമ്മളങ്ങനെ ഇറങ്ങി കേസ്. കേസ് നമുക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ നേരത്തെ കേസ് സ്വിച്ച് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര മിനിറ്റ് കളിച്ച് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് നമുക്ക് കളിക്കാൻ പറ്റും എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ കേസ് ഇതൊക്കെ ഉണ്ട്